ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. രാജ്യം കാത്തിരിക്കുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ TMC ക്രിമിനലായിട്ടുള്ള സന്ദേശ് കാലിയിലെ സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ ജഹാംഗീർ ഖാൻ എന്ന് പറയുന്ന ആ നരാധമനെ, ആ നരഭോജിയെ ഇപ്പോൾ സുവേന്ദു അധികാരി തൂക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. TMC ലീഡർ ജഹാംഗീർ ഖാൻ ഹു കണ്ടസ്റ്റഡ് ഫ്രം ഫാൾട്ട അറസ്റ്റഡ് ഫ്രം നേപ്പാൾ ബോർഡർ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേപ്പാൾ ബോർഡറിൽ നിന്നാണ് ഇവനെ പോലീസ് തട്ടിൽ തോളിക്കെറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമബംഗാൾ പോലീസ് തിങ്കളാഴ്ചയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടതിനെ തുടർന്ന് ഇയാൾ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായി. മുൻ തൃണമൂൽ കോൺഗ്രസ് MLA ജഹാംഗീർ ഖാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സീറ്റിൽ നിന്നാണ് തൃണമൂൽ നേതാവ് മത്സരിച്ചത്. 5 FIRകളിൽ TMC ശക്തന് നൽകിയ ഇടക്കാല സംരക്ഷണം നീട്ടാൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് വിസമ്മതിച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് പാർത്ഥസാരഥി ചാറ്റർജി വിഷയം ഒരു സാധാരണ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അവിടെയുള്ള, അതായത് ജഹാംഗീർ ഖാൻ ഫാൾട്ടയിലെ പുഷ്പ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഇയാളുടെ മുമ്പിൽ കൂടെ സ്ത്രീകൾക്ക് നടക്കാൻ പറ്റില്ല, ഇയാളുടെ മുന്നിൽ കൂടെ പാവപ്പെട്ടവർക്ക് നടക്കാൻ പറ്റില്ല. ഗുണ്ടായുസത്തിന്റെ അങ്ങേയറ്റം, ഹിന്ദു സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യൽ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. എന്നാൽ BJP അധികാരത്തിലെത്തിയ ശേഷം കാര്യങ്ങൾ മാറി. അവിടെ ഫാൾട്ടയിൽ BJPക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ വലിയ രീതിയിലുള്ള ബോംബ് ശേഖരം പ്രവർത്തകരുടെ കയ്യിൽ കൊടുക്കൽ, പോരാത്തതിന് BJPയുടെ ആ EVM മെഷീനിൽ BJPയുടെ ചിഹ്നം ടേപ്പ് ചെയ്ത് മറയ്ക്കൽ, BJPയുടെ ചിഹ്നത്തിൽ വിക്സ് പുരട്ടി അതിൽ കുത്തുന്നവരുടെ കൈ മണത്തു നോക്കി അവരെ മർദ്ദിക്കൽ, ഇതൊക്കെയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. എന്തായാലും മെയ് 21 നടന്ന റീപോളിംഗ് കണക്കിലെടുത്ത് മെയ് 26 വരെ ഖാന് ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യ ഇടക്കാല സംരക്ഷണം അനുവദിച്ചിരുന്നു. ഇടക്കാല സംരക്ഷണം അവസാനിക്കുന്നതിന് മുമ്പ് ഉത്തരവ് പിൻവലിക്കാൻ സംസ്ഥാനം നേരത്തെ ജസ്റ്റിസ് ഭട്ടാചാര്യയുടെ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. എന്നാൽ ജഡ്ജി ഇടപെടാൻ വിസമ്മതിച്ചിരുന്നു. പശ്ചിമബംഗാൾ പോലീസിന്റെ ഏതെങ്കിലും നിർബന്ധിത നടപടികളിൽ നിന്ന് സംരക്ഷണം തേടി ജഹാംഗീർ ഖാൻ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ലഭിച്ചത്. ഖാനെ പരാമർശിക്കുന്ന പുഷ്പയുടെ കേസ് താൻ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മുന്നറിയിപ്പ് നൽകിയതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഹർജി സമർപ്പിച്ചത്. ഇയാളെ പിടികൂടിയത് രസകരമാണ്. പിടികൂടി പോലീസിന്റെ വണ്ടിയുടെ ഡിക്കിയിൽ ഇയാളുടെ തല ലുങ്കിയിൽ പൊതിഞ്ഞ് എടുത്ത് തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.